തൃശൂർ കോർപ്പറേഷൻ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ആരോപിച്ചുകൊണ്ട് ബിജെപി കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധിക്കുകയാണ്. തത്സമയം അത്തരമൊരു സാഹചര്യം ഉണ്ടായ കിട്ടിയ വിലയ്ക്ക് വിറ്റൊഴിച്ച് താമസം മാറാനാണ് പരിസരത്തെ താമസക്കാർ നിർബന്ധിതരാകില്ല എന്ന് ആർക്ക് പറയാൻ കഴിയും? അങ്ങനെ വരുമ്പോൾ ആ സ്ഥലങ്ങൾ ചുടുവിലേക്ക് അടിച്ചെടുത്ത് അവിടെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഫ്ലാറ്റ് സമുച്ചയങ്ങളോ ഇടമൊരുക്കുവാൻ ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ലോബികൾക്ക് എളുപ്പമാകും. അങ്ങനെ നോക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റ് ലോബികൾക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് സംശയത്തെ അത്ര എളുപ്പത്തിൽ തന്നെ കളയാനാവുമോ? മറ്റൊന്ന്, അതേ 27-ാം അധ്യായത്തിലെ 10-ാമത്തെ ഭാഗത്ത് റിക്രിയേഷൻ സോണിനെ പറ്റി പറയുന്നുണ്ട്. ആളുകൾ അനധികൃതമായി കയ്യേറിയതുകൊണ്ടോ മണ്ണിട്ട് നിർത്തിയതുകൊണ്ടോ ദീർഘകാലമായി കൃഷി ചെയ്യാതെ കിടക്കുന്ന തരിശു സ്ഥലങ്ങൾ റിക്രിയേഷൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നാണ് മാസ്റ്റർ പ്ലാൻ നിർദ്ദേശിക്കുന്നത്. എന്താണ് ഈ റിക്രിയേഷൻ ആവശ്യങ്ങൾ? പാർക്കുകളോ സിനിമാ തിയേറ്ററുകളോ അമ്യൂസ്മെന്റ് പാർക്കുകളോ മറ്റ് വിനോദ കേന്ദ്രങ്ങളോ ആണ് ഈ റിക്രിയേഷൻ സെന്ററുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നഗരത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ റിക്രിയേഷൻ ആവശ്യങ്ങൾക്ക് നീക്കിവെക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചാൽ ആരായിരിക്കും അവിടെ പാർക്കുകൾ നിർമ്മിക്കാൻ മുന്നോട്ട് വരിക? തീർച്ചയായും എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലെ കോർപ്പറേറ്റ് ഭീമന്മാർ തന്നെയായിരിക്കും ആ സ്ഥലങ്ങൾ സ്വന്തമാക്കുക. ഇവിടുത്തെ സാധാരണക്കാരന് വീട് വെക്കാൻ 2 സെന്റ് തരിശു ഭൂമി തരം മാറ്റാൻ അപേക്ഷ നൽകിയാൽ നടപടി ഉണ്ടാവാൻ വില്ലേജ് ഓഫീസിന് മുന്നിൽ തീ കൊളുത്തി മരിക്കേണ്ട സാഹചര്യം ഉള്ളപ്പോഴാണ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കോർപ്പറേഷൻ തന്നെ ഇത്തരത്തിൽ വാതിൽ തുറന്നിരുന്നത്. 6-ാം അധ്യായത്തിലെ 5-ാം ഭാഗത്ത് കോർപ്പറേഷന്റെ ഷോപ്പിംഗ് കോംപ്ലക്സുകളെ പറ്റി പറയുന്ന ഭാഗത്ത് ഇക്കാര്യം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. കോർപ്പറേഷന്റെ വസതിയിലുള്ള കമേഴ്സ്യൽ കെട്ടിടങ്ങൾ അഥവാ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പൊളിച്ചു പണിയാൻ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ അഥവാ PPP രീതി നടപ്പാക്കണമെന്ന് മാസ്റ്റർ പ്ലാൻ പച്ചയ്ക്ക് തന്നെ പറയുന്നു. ഇവിടുത്തെ പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് ലോബിക്ക് വേണ്ടിയാണ് ഈ നിർദ്ദേശങ്ങളെല്ലാം എന്ന കാര്യത്തിൽ ഇനിയും സംശയിക്കേണ്ടതില്ല. മറ്റൊന്ന്, മാസ്റ്റർ പ്ലാൻ പറയുന്ന കോർ സോണിലുള്ള തേക്കിങ്കാട് മൈതാനത്തെ വടുക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പവിത്രത സംരക്ഷിക്കാനുള്ള പേരിൽ ഹെറിറ്റേജ് സോണിലാണ് ഉൾപ്പെടുത്തുന്നത്. ഇത് സംശയാസ്പദമാണ്. ഇത് തൃശൂർ പൂരത്തെയും തൃശൂരിനെയും ആചാരങ്ങളെയും തകർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഹെറിറ്റേജ് സോണിൽ ഉൾപ്പെടുത്തുന്നതോടെ തേക്കിങ്കാട് മൈതാനത്ത് എന്തെല്ലാം നിയന്ത്രണങ്ങളാണ് ഉണ്ടാവുക എന്ന് വ്യക്തമാക്കണം. സ്വരാജ് റൗണ്ടിന്റെ ഔട്ടറിൽ നിന്നും 150 മീറ്റർ ചുറ്റളവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ടെങ്കിലും ദുരൂഹതയുണ്ട്. ആ ചുറ്റളവിലെ എല്ലാ കെട്ടിടങ്ങളും പാരമ്പര്യ കേരളീയ ക്ഷേത്ര വാസ്തുശില്പ മാതൃകയിൽ നിർമ്മിക്കണമെന്ന് നിബന്ധന സംശയാസ്പദമാണ്. ഏതെങ്കിലും നിർമ്മാണ ഗ്രൂപ്പുകളുടെ താല്പര്യം സംരക്ഷിക്കാനാണോ ഈ സ്വകാര്യ സ്ഥലങ്ങൾ നിർമ്മിക്കുന്നത്? കെട്ടിടങ്ങൾ ഇന്ന മാതൃകയിലെ നിർമ്മിക്കാവൂ എന്ന നിബന്ധന ഏർപ്പെടുത്തുന്നതിന് നിയമസാധുതയോ ഭരണഘടനാ സാധുതയോ ഉണ്ടോ? ഇന്ന രീതിയിൽ മാത്രമേ എല്ലാ പൗരന്മാരും മുടിവെട്ടാൻ പാടുള്ളൂ എന്ന് ഉത്തരകൊറിയയിലെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതി ഉത്തരവിട്ടതായി കേട്ടിട്ടുണ്ട്. ഇതും അത്തരമൊരു ഏകാധിപത്യ ഉത്തരവാണ്. വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പവിത്രത സംരക്ഷിക്കുന്നതിന് മറവിൽ വടക്കുന്നാഥിലെ പ്രതിഷ്ഠ വഴികളുടെ ചുറ്റുപാടുകൾ തീർത്ഥാടന ടൂറിസത്തിന്റെ പേരിൽ വൻകിട കോർപ്പറേറ്റ് മാഫിയകൾക്ക് അടിയറ വയ്ക്കാനുള്ള കച്ചവട നീക്കമാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ പൂരനഗരിയെ വടക്കുന്നാഥിന്റെ തട്ടകത്തെ സ്വകാര്യവൽക്കരിക്കുവാനുള്ള ഗൂഢാലോചന കൂടി ഈ മാസ്റ്റർ പ്ലാനിന് പിന്നിലുണ്ടെന്ന് പറയേണ്ടി വരും. മേയർ ഈ വിഷയത്തിലെ വോട്ടിംഗ് ആവശ്യപ്പെടുന്നു. ഇത് ഈ തട്ടിപ്പ് കൗൺസിൽ അവതരിപ്പിക്കുക.
തൃശൂർ കോർപ്പറേഷൻ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നത് നിയമവിരുദ്ധമെന്ന് ആരോപിച്ചുകൊണ്ട് BJP കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധിക്കുകയാണ്. ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? കേൾക്കാൻ കഴിയുന്നുണ്ടോ? തൃശൂർ കോർപ്പറേഷൻ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നത് നിയമവിരുദ്ധമെന്ന് ആരോപിച്ചുകൊണ്ടുള്ള പ്രതിഷേധം BJP കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ. രോഹിണി, ഈ തൃശ്ശൂരിൽ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതിനെതിരെയല്ല BJP എന്ന് BJP നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. നേരെ മറിച്ച് ഈ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം അല്പസമയം മുമ്പ് ആരംഭിച്ചത്. അതായത് മാസ്റ്റർ പ്ലാനിന് വേണ്ടി പാടങ്ങളെല്ലാം നികത്തി മണ്ണിട്ട് നികത്തുന്നു, ഭൂമിമാഫിയയ്ക്ക് വേണ്ടി കോർപ്പറേഷൻ ഭരണസമിതി പിന്താങ്ങി നിൽക്കുന്നു, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നു എന്നാണ് BJP പ്രധാനപ്പെട്ട പരിപാടി. നമുക്കറിയാം, അമൃത് പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ നിന്ന് ഫണ്ട് വന്നുകൊണ്ടാണ് ഇത്തരത്തിൽ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഫണ്ട്. പക്ഷേ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതിനെതിരെയല്ല, നേരെ മറിച്ച് ഇത്തരത്തിൽ ഇതിനുവേണ്ടി മണ്ണിട്ട് നികത്തുന്ന ഭൂമാഫിയ അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ഇത് നടപ്പിലാക്കുന്നതിനെതിരെയാണ് BJPയുടെ പ്രതിഷേധം. BJP പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ മണ്ണിട്ട് നികത്തുമ്പോൾ ആ പരിസരത്ത് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ വെള്ളം കയറുകയും വീണ്ടും വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പ്രതീകാത്മകമായിക്കൊണ്ട് ഈ വെള്ളത്തിൽ വീണാൽ രക്ഷപ്പെടുന്ന രക്ഷാ ഉപകരണങ്ങൾ ധരിച്ചുകൊണ്ടാണ് BJP കൗൺസിലർമാർ കോർപ്പറേഷൻ മേയറുടെ ആ സീറ്റിന് മുൻപിൽ കുത്തിയിരിപ്പ് പ്രതിഷേധം നടത്തുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ മുഴുവൻ, കോൺഗ്രസും ഒരു ഭാഗത്തു നിന്ന് BJPയും കൂടി മേയറുടെ ഡയസ് വളയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്നാൽ തൃശൂർ കോർപ്പറേഷൻ കൗൺസിലാണ് ഇന്ന് അല്പസമയം മുമ്പാണ് പ്രതിഷേധം ആരംഭിച്ചത്. പ്രതിഷേധം കനക്കുന്ന മട്ട് തന്നെയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിക്കുകയാണ്. മേയറുടെ ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കില്ല എന്ന് തന്നെയാണ് BJPയുടെ നിലപാട് ഈ വിഷയത്തിൽ. ശരി ആനന്ദ്, തൃശൂർ കോർപ്പറേഷൻ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നത് നിയമവിരുദ്ധം എന്നാരോപിച്ചുകൊണ്ട് BJP കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധിക്കുകയാണ്. ഭൂ ഉടമകളെ സംരക്ഷിക്കുന്നതിനായിട്ടാണ് ഈ മാസ്റ്റർ പ്ലാനിലെ പല പദ്ധതികളും എന്നാണ് BJP കൗൺസിലർമാർ ആരോപിക്കുന്നത്. മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതിലല്ല, പക്ഷേ ഇതിലെ പല നിയമവിരുദ്ധ പ്രവൃത്തികളെയുമാണ് BJP കൗൺസിലർമാർ ചോദ്യമായി, പ്രതിഷേധമായി ഉന്നയിക്കുന്നത്.